ഓക്കെ അൻവർക്ക്, അപ്പോൾ ആർക്കോന്റെ സ്റ്റോക്കിന്ന് പിന്നെ എങ്ങനെ നമ്മൾ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓപ്പറേഷൻസിൽ പോവുക, എന്നിട്ട് ഇന്റേണലിൽ പോവുക. ഇന്റേണലിൽ പോയി കഴിയുമ്പോൾ വരുന്നതിന് ന്യൂ എടുക്കുക. ന്യൂ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് കൊടുക്കുക. നിങ്ങളെ കോണ്ടാക്ട് ഇൻവെന്ററി അടിച്ചതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക ഓപ്പറേഷൻ ടൈപ്പ് കറക്റ്റ് അല്ലേ, ഇന്റേണൽ ട്രാൻസ്ഫർ ആണ്, കറക്റ്റ് ആണ്. പിന്നെ നോക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോഴ്സ് ലൊക്കേഷൻ നമ്മളിപ്പം കൊണ്ടുവരാൻ പോകുന്നത് സ്റ്റോക്ക് എന്നാണ്. അപ്പോൾ ആർക്കോൺ സ്റ്റോക്ക് തന്നെ കൊടുക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഡെസ്റ്റിനേഷൻ എങ്ങോട്ടേക്കാണ്? ഓഫീസിലേക്ക്. ഓഫീസ് ക്ലിക്ക് ചെയ്യുക. ഓഫീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈൻ ഐറ്റം ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്യുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഏതാ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അപ്പം ഫേസ് ഐ ആഡ് ചെയ്യുക. ഫേസ് ഐ ആഡ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എത്ര ക്വാണ്ടിറ്റിയാണ്? ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം സേവ് അടിക്കുക, കാരണം ഒറ്റൊന്നേ ഉള്ളൂ. എന്നിട്ട് മാർക്ക് ആസ് ടു ഡു അടിക്കുന്നതോടുകൂടി അതിന്റെ സീരിയൽ നമ്പർ നമുക്ക് എടുക്കാൻ പറ്റും. ഈ കേസിൽ സീരിയൽ നമ്പർ നമുക്ക് അറിയാം, ഇല്ലെങ്കിൽ ഈ വരുന്ന സീരിയൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മുകളിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സീരിയൽ നമ്പർ മാറ്റിയിട്ട് നമുക്ക് വേണ്ട സീരിയൽ നമ്പർ, ഈ കേസിൽ 2099, അത് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ സേവ് ചെയ്യുക. നിങ്ങൾ ഈ സേവ് ചെയ്യുന്നതോടുകൂടി ഈ സീരിയൽ നമ്പർ ഓഫീസിലേക്ക് വരുന്നു എന്നുള്ള കോലത്തിലേക്കായി. അതിനുശേഷം ഇതിൽ വാലിഡേറ്റ് ചെയ്യാണ്ട്, സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്ത് കഴിയുന്നതോടുകൂടി ഇത്രേ വരുള്ളൂ. പിന്നെ വാലിഡേറ്റ് ചെയ്യൽ ഞാൻ ചെയ്യണം. വാലിഡേറ്റ് ചെയ്യുമ്പോഴേ ഇതെന്താവുള്ളൂ? ഓഫീസിലേക്കുള്ള സ്റ്റോക്കായി മാറുള്ളൂ. അപ്പോൾ ഞാനത് വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ വാലിഡേറ്റ് ചെയ്തു. ഓക്കെ.